അങ്ങനെ അതേ ആമക്കാവ് പൂരം മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പൊന്നുണ്ണിയാർക്കാവിലേക്കാട്ടോ പോയത്. ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ആട്ടോ ഈ ഒരു അമ്പലം പൊന്നുണ്ണിയാർക്കാവ് എന്ന് പറയണത്. ഇവിടെ പൂരത്തിനോടനുബന്ധിച്ച് 10 ദിവസമായിട്ട് ഇട്ടാ ഓരോ ദിവസം ഓരോ പരിപാടികളായിട്ട്. ഇന്നത്തെ ദിവസത്തെ പരിപാടി ഗാനമേള നടന്നുട്ടോ. അവിടെ ചെന്നപ്പോ പിള്ളേരും എല്ലാവരും നല്ല ഡാൻസും കളിയൊക്കെ നടന്നുട്ടോ. ഞാൻ പറയാച്ചാ പെൺപിള്ളേർ അടിച്ച് പൊളിച്ച് ഡാൻസ് കളിക്കായിരുന്നു. പയ്യന്മാരൊക്കെ കുറച്ച് സൈഡായിട്ട് നിൽക്കുകയാണ്. സ്റ്റേജ് കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടായിട്ട് ആള് കളത്തിലേക്ക് ഇറങ്ങിയേക്കണം. കുറെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടുട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ വന്ന് സംസാരിച്ചു. തേജപ്പന്റെ അടുത്ത് ചെന്നിട്ടും കുറെ പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നിട്ട. വേറെ ഒന്നല്ല, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരിങ്ങനെ അറിയാത്തവരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. തേജപ്പൻ പിന്നെ നല്ല കളി നടന്നു കേട്ടോ. മൊത്തം പൊടി പാറി കളി നടന്നു. നമ്മൾ പറയുന്നുണ്ട് നല്ല പൊടി ഉണ്ട് അങ്ങോട്ട് പോരേ പറയുമ്പോൾ പിന്നെ തുള്ളണേൽ നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അധികം നിർബന്ധിക്കാൻ പോയില്ല. എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് കൊടുത്തുട്ടോ. അങ്ങനെ എപ്പോഴും കളിക്കണ ആളല്ല, ചില നേരത്തൊക്കെ ആയിട്ട് അങ്ങനെ പോയി കളിക്കുള്ളൂ. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ജിഷ്ണേട്ടൻ വന്നു, സുജിലമോള് വന്നു, എല്ലാവരും വന്നു കേട്ടോ. അപ്പോഴേക്ക് ഇങ്ങനെ കുട്ടികളുടെ ആൾക്കാരുടെ എണ്ണം കൂടുതൽ. ഇത് നമ്മുടെ കുട്ടിയേട്ടൻ്റെ കുട്ടിയായിട്ട് റിച്ചു. ഇവനാണെങ്കിൽ ഫുള്ള് വൈബിന്റെ ആളാട്ടെ. ഇവന്റെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കാനേ നല്ല രസമാണ്. അപ്പൊ ജിഷ്ണേട്ടനായിട്ട് അവൻ പെട്ടെന്ന് സെറ്റായിട്ട് അവൻ പറയുന്നത് ജിഷ്ണേട്ടനോട് മറ്റേ ഷോൾഡറിന്റെ മുകളിൽ ഇങ്ങനെ ഇരുത്തില്ല, അങ്ങനെ ഇരുത്ത് മാവാന്നൊക്കെ പറഞ്ഞപ്പോൾ ജിഷ്ണേട്ടൻ വേഗം കയറ്റി ഇരുത്തിയിട്ട്. റിച്ചു ഉണ്ടെങ്കിൽ നല്ല നേരം പോവും. കാരണം അവന്റെ ഡാൻസ്, അവന് പാട്ട് കേട്ട് എവിടുന്ന സ്റ്റെപ്പ് വരിക നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളതിനെ നോക്കി നിർത്തി പോവുക. അവന്റെ ഡാൻസ് കണ്ടുകൊണ്ടേ ഇരിക്കും നമ്മളിട്ട. അങ്ങനെ അത് കണ്ടപ്പോൾ നമ്മുടെ തേജപ്പിന് ചെറിയൊരു ഈഗോ അടിച്ചു വിട്ട. വേറെ ഒന്നല്ല, നമ്മുടെ ജിഷ്ണേട്ടൻ റിച്ചുവിനെ തോളത്ത് വെച്ചു. അത് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഈഗോ അടിച്ചു. അപ്പോൾ ഈഗോ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ജിഷ്ണേട്ടൻ്റെ മേമയുടെ മോൻ, അങ്ങനെ ആരോ കസിനാണ് കേട്ടോ. അപ്പോൾ അവടുത്ത് കുറേ നേരം ഷോൾഡറിൽ വെച്ച് കളിക്കുന്നുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നാഷണൽ ആന്തം സ്റ്റാർട്ട് ചെയ്തുട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഇവിടെയും ചെറിയൊരു ഈഗോ അടിച്ചു. റിച്ചുവിനെ എടുത്ത് കണ്ടപ്പോൾ തേജുവിനെ എടുക്കണം. അങ്ങനെ ജിഷ്ണോട്ട് 2 പിള്ളേരിനെ എടുത്തിട്ടായിട്ട് പോയത്. നമ്മുടെ ചപ്പാത്തിയും കുറുമക്കറി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അത് കഴിച്ചു. അവിടുന്ന് അത് കഴിച്ചിട്ട് കൈയും വായൊക്കെ കഴുകിയിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാനായിട്ടാണ് നോക്കുന്നത്. നമ്മുടെ വീടിന്റെ അടുത്ത് ഒരുപാട് അമ്പലങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവണതുകൊണ്ട് നമുക്കിങ്ങനെ പോവാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.